Hi friends, we continue with our question and answer session. So today we have got the fifth question, isn't it? Yes, fifth question. Do you think the story is a satire on overparenting? Satire എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ചൻ നമ്പ്യാരുടെ കവിത, അതൊക്കെ സറ്റയറാണ്. മലയാളത്തിലെ ചമനം ചാക്കോ സാറിൻ്റെ കവിത സറ്റയർ, കളിയാക്കലാണ്. നമ്മൾ പഠിച്ചില്ല റൈസ്, അതൊരു കളിയാക്കലല്ലേ അവസാനം. അപ്പോൾ അതാണ് അല്പം സീരിയസ് ആയിട്ടുള്ള കളിയാണ്. അപ്പോൾ ഇതങ്ങനെ ഒരു സറ്റയറാണോ? ക്വസ്റ്റ്യൻ ആൻസർ. The parents of the boy in the story have their own theories rooted in certain psychological principles. അവർക്ക് എന്തൊക്കെ കുറച്ച് സൈക്കോളജിക്ക് അറിയാം. അച്ഛൻ MA തീസിസ് എഴുതിയാണ്, അമ്മ BA വരെ പഠിച്ചു, പക്ഷേ കുറേ സൈക്കോളജിയൊക്കെ നല്ലപോലെ അറിയാം. They are very honest and sincere about bringing up their only child as a healthy citizen. സത്യം പറഞ്ഞാൽ അവർ വളരെ ആത്മാർത്ഥതയോടെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ബട്ട് ദേ ആർ ഓവർ പ്രൊട്ടക്റ്റീവ് ടു ദ പോയിന്റ് ഓഫ് ഓവർ പാരന്റിങ്. ദിസ് ആസ്പെക്ട് ഈസ് ബീങ് സാറ്റിറൈസ്ഡ് ബൈ ദ ഓഥർ. ഫോർ ദ ടീച്ചർ, ദ ഏഞ്ചൽ ഈസ് എ ഗൊറില്ല who can be tamed by spending just 1 anna on a cane. ടീച്ചറിനെ സംബന്ധിച്ച് ഒരു ഗൊറില്ലയാണ്. ഒരു രൂപ മുടക്കി ഒരു വടി വാങ്ങിച്ചാൽ അതോടുകൂടി അവൻ്റെ എല്ലാം ശരിയാക്കാനുള്ളേ ഉള്ളൂ. പക്ഷേ അച്ഛനും അമ്മയ്ക്കും അങ്ങനെയല്ല. പിന്നെ ഹെൽത്തി സിറ്റിസൺ ആണെങ്കിൽ മനഃശാസ്ത്രപരമായ സമീപനമാണ്. പക്ഷെ അത് ഇച്ചിരി കൂടിപ്പോയി. അതാണ് എൻ്റെ ഓവർ പാരന്റിങ് ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റിയാണ്. And question number 6. Do you think the mischievous nature of the boy is because he is a lonely child? Being mischievous and naughty, naughty is part of the nature of every child. എല്ലാ കുട്ടികളും അങ്ങനെയല്ലേ. കുട്ടി എന്ന് പറയുമ്പോൾ തന്നെ കുട്ടിത്വം എന്ന് പറയുമ്പോൾ അതാണ് ഇച്ചിരി തമാശ, ഇച്ചിരി ബഹളി, സ്വല്പം കുസൃതി, ഇതൊക്കെ ഉണ്ടല്ലോ. അത് മോസ്റ്റ് പ്രോബബ്ലി ഹിസ് പേരൻസ് മൈറ്റ് ഹാവ് ലാവിഷ്ഡ് ടു മച്ച് അഫെക്ഷൻ ഓൺ ഹിം. നമ്മൾ കഥയ്ക്കകത്ത് കാണുന്നത് തന്നെ ഒത്തിരി അങ്ങ് സ്നേഹിച്ചാണ്. കജോളിങ്, പാമ്പറിങ് എന്നൊക്കെ പറയാം. ബിക്കോസ് ഹി ഈസ് ദെയർ ഓൺലി ചൈൽഡ്. This might also be a reason for his mischievousness. അപ്പം അതുകൊണ്ട് ഒറ്റയ്ക്കായതുകൊണ്ടുണ്ട് രണ്ട് കാരണമാണ്. ഒന്ന്, കുട്ടികളെല്ലാം ഇങ്ങനെയാണ് കുറച്ചൊക്കെ അല്ലേ. കുട്ടികൾ നമ്മളൊക്കെ കുട്ടിക്കാലം നടത്തായി, നിങ്ങളിപ്പോഴും കുട്ടിക്കാലാണ്. അതൊന്ന്. രണ്ടാമത് പേരൻസിൻ്റെ ആ പാമ്പറിങ് എന്ന് പറയും. ഇങ്ങനെ ഒത്തിരി താലോലിക്കുക, കജോളിങ് എന്നല്ലേ ആ വാക്കുണ്ടല്ലോ, കജോളിങ്. ഒത്തിരി താലോലിക്കുക, ഒന്നും മിണ്ടാതിരിക്കുക, ഒന്നും തെറ്റാന്ന് പറയാതിരിക്കുക, അതും തെറ്റാം. ഒന്നും തെറ്റാന്ന് പറയാത്തതും തെറ്റാം. അപ്പം അങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ട് മിസ്സീരിയസ്നെസ് ലോൺലി ചൈൽഡ് ആയതുകൊണ്ടും ഉണ്ട്. അതാണ്. Next one is justify the title. The title is Crime and Punishment. The title is too big for a story like this. Crime and Punishment is Dostoevsky's introduction പറയുന്നത് വലിയൊരു ക്രൈം ആൻഡ് പണിഷ്മെന്റ്. പക്ഷെ ഇതൊരു തമാശയായിട്ടല്ല, സറ്റയറായിട്ട് എടുത്താൽ ഓക്കെ. പക്ഷേ ഓൾട്ടർനേറ്റീവ് ടൈറ്റിൽ കുഡ് ബി എ ഹെൽപ്ലെസ് ടീച്ചർ ആൻഡ് എ ഗൊറില്ല. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. The teacher is totally helpless. ടീച്ചറേയും പറഞ്ഞതൊക്കെ ചെയ്യും. ചില സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ തനിതരം പുറത്ത് വരും. രക്ഷയില്ല. 30 രൂപയ്ക്ക് വേണ്ടി, 30 വെള്ളിക്കാശ് 30 രൂപയ്ക്ക് വേണ്ടി പാവയെ കഷ്ടപ്പാടെല്ലാം പെടുന്നുണ്ട്. ആരെ വെച്ചോണ്ട്, ഒരു ഗുരുലായ വെച്ചോണ്ട്. അപ്പം അതുകൊണ്ട് ഇതായിരിക്കാം. ഒത്തിരി ടൈറ്റിൽ നമുക്ക് കൊടുക്കാം, പക്ഷെ ഇത് ഒരു ടൈറ്റിലായിട്ട് കണക്കാക്കാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയൂ. Bring out the humor in this. അതിനകത്ത് ഹ്യൂമറൊന്നും ഇല്ലെങ്കിലും the story is a satire. If there are humorous elements in the story, they are very dry and wry. Dry, comma ആയിട്ടില്ലേ, dry and wry. എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ്ഡ്, ഒരു ഉണങ്ങിയ തമാശ, ഉണക്ക തമാശ എന്നൊക്കെ നമ്മൾ പറയും. ഒരു ഉണക്ക തമാശ, റൈ ഇത് ഫോഴ്സ്ഡ് തമാശ എന്ന് വെച്ചാൽ സത്യമായ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തമാശ ഭാഗമുള്ളതിലൂടെ കാണുന്നില്ല.
And then what is dry and dry humor? The teacher running after the boy unobtrusively hiding behind his parents, his gestures, pathetic and desperate face, begging the teacher not to betray him, could be considered as humorous. So for the attitudes, so too the attitudes of the boys' parents. The boys and കുട്ടിയുടെ പേരൻസിൻ്റെ ആറ്റിറ്റ്യൂഡും മൊത്തത്തിൽ വേണമെങ്കിൽ ഇതൊക്കെ ഒരു ഹ്യൂമറായിട്ട് നമുക്ക് കണക്കാക്കാം. അത്രയുള്ളത് ഡ്രൈ ഹ്യൂമറാണ്. ശരിയായിട്ടുള്ളൊരു ഹ്യൂമർ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് എന്ന സിനിമ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ഫ്രണ്ട്സ് കണ്ടിട്ടുണ്ട്. അവരെ പെയിൻറ്റിങ് ഡ്രം കൊണ്ടുവന്നിട്ട് അതിനകത്ത് ഉള്ളും നോക്കുക. അതൊക്കെ ചുമ്മാ ഹിലേരിയസ് കോമഡി അല്ലേ. ചിരിച്ച് നമുക്ക് മടുക്കും. ശ്രീനിവാസിൻ്റെയൊക്കെ നമ്മൾ കണ്ടു കാണും അല്ലേ. അതെ. ഇനി അങ്ങനെ നമ്മൾ ഈ ടെക്സ്റ്റ് തീർത്തു. ഇനി ഇതിനകത്ത് ആക്ടിവിറ്റീസിനകത്ത് പറഞ്ഞിരിക്കുന്ന 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ ക്ലാസ് റൂമിൽ ടീച്ചറിൻ്റെ പ്രസൻസിൽ ചെയ്യേണ്ടതാണ്. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് പ്രിപ്പോസിഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ലെസൻ്റെ അവസാനം ഒരു ടെൻസ് അതേപോലെ എല്ലാം ഒത്തിരി ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കുക. ഇനി അതും നിങ്ങൾക്ക് പോരെങ്കിൽ ഈ യൂട്യൂബിൽ തന്നെ എൻ്റെ 2 സെക്ഷനായിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഒന്നിൻ്റെ പേരാണ് ഒരെണ്ണത്തിൻ്റെ ടൈറ്റിലിങ്ങിനാണ് സ്കൂൾ ഗ്രാമർ. രണ്ടാമത്തെ ടൈറ്റിലിങ്ങിനാണ് ഗ്രാമർ ട്യൂട്ടോറിയൽസ്. ഈ ഗ്രാമർ ട്യൂട്ടോറിയൽസിനകത്ത് എല്ലാം കൂടി 450 പ്ലസ് ക്ലാസ്സസ് ഗ്രാമറിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമറിന് വേണ്ടി അതായത് ഗ്രാമർ പഠിപ്പിച്ചു ഗ്രാമറിൻ്റെ പഠനത്തിന് സഹായിക്കുന്ന രീതിയിൽ അതിനകത്ത് 450 പ്ലസ്. അതിനകത്ത് സ്കൂൾ ഗ്രാമർ മുഴുവനുണ്ട്, കോളേജ് ഗ്രാമറുണ്ട്. ആ സ്കൂൾ കോളേജ് ഗ്രാമർ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഗ്രാമറൊന്നുമില്ല, ഗ്രാമറെല്ലാം ഒന്നല്ലേ. അതിന് ഹയർ ലെവലുണ്ട്. ഗ്രാമർ ട്യൂട്ടോറിയൽസിനകത്ത് ഓരോ ഐറ്റംസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എക്സർസൈസ് ഉണ്ട്. അതാണ് ഇത്. അതിനകത്ത് തിയറി മാത്രം പറഞ്ഞു പോവാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ഗ്രാമർ ട്യൂട്ടോറിയൽസ് ആയിരിക്കും നമുക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. അത് സ്കൂൾ ഗ്രാമർ എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിച്ചങ്ങ് പോവുകയാണ്. പക്ഷേ രണ്ടാമത്തെ ഗ്രാമർ ട്യൂട്ടോറിയൽസിനകത്ത് വളരെ വിശദമായിട്ട് ഓരോ ഐറ്റംസ് എടുത്തിട്ട് അതിന് എക്സർസൈസ് ഒക്കെ കൊടുത്താണ് പോകുന്നത്. അത് നിങ്ങൾക്ക് സമയം പോലെ നിങ്ങൾ എടുത്ത് നോക്കണം, പഠിക്കണം. നല്ലതായിരിക്കും, ഉപയോഗപ്രദമായിരിക്കും. സോ ബൈ, ഹാവ് എ നൈസ് ടൈം, എൻജോയ് യുവർ ലൈഫ്. ദെൻ നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം. ആൻഡ് ലെറ്റ് ദം ഓൾസോ ബി ബെനിഫിറ്റഡ്. അവർക്കൊരു ഗുണം കിട്ടട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ അവരോട് കൂടെ ഇതൊക്കെ പറയുക. ആൻഡ് ബൈ, സീ യു അഗെയിൻ some other place means for your English BA or English MA. BA ഞാൻ കുറേ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ആ ക്ലാസ്സുകൾ ചെല്ലുമ്പോൾ കാണാം. ക്രിറ്റിസിസം MAയുടെ പേപ്പർ മുഴുവനുണ്ട്. അതൊരിക്കലും മാറുന്നതല്ല, അതൊക്കെ സ്ഥിരമായിട്ട് കിടക്കുന്ന. ഇപ്പം വേർഡ്സ്വർത്തിൻ്റെ ലിറിക്കൽ ബാലൻസ്, then പോപ്പ്, അലക്സാണ്ടർ പോപ്പിൻ്റെ ക്രിറ്റിസിസം, T.S. Eliotൻ്റെ ട്രഡീഷണൽ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്. ആദ്യം മുതൽ ഉദാഹരണത്തിന് ലൊഞ്ചൈനസ്, പെരിഹിപ്സസ്, ദ സബ്ലൈം, ദെൻ ഹോറസിൻ്റെ എപ്പിസ്തോല ആൻഡ് പിസോണസ്. അതായത് നമ്മുടെ ഹോറസ് ക്രിറ്റിസിസം, വാട്ട് ഈസ് ഡെക്കോറം, വാട്ട് ഈസ് ഓർഡർ എന്നൊക്കെയാണ്. അപ്പോൾ അതേപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്. റൈറ്റ് ഫ്രം ദ വെരി ബിഗിനിങ് അപ് ടു ഡീകൺസ്ട്രക്ഷൻ ആണ്. ഒത്തിരി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ പ്രയോജനപ്പെടും നിങ്ങൾക്ക് എന്ന് വിചാരിച്ചുകൊണ്ട് ഐ എം വൈൻഡിങ് അപ്പ്. ബൈ, ഹാവ് എ നൈസ് ടൈം, എൻജോയ് യുവർ ലൈഫ്.